ഞാനും നിങ്ങളൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഓഫീസ് ജോബ് ആയിക്കോട്ടെ, ഇനി അല്ലാത്ത ജോലികളായിക്കോട്ടെ, ഫ്രീലാൻസ് ആയിക്കോട്ടെ, ഏതൊക്കെ രീതിയിൽ പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്ന ആൾക്കാർ നമ്മൾ പല ആൾക്കാരും. സോ നമ്മൾ പല സമയങ്ങളിലും നമ്മളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഞാനിതിൽ ഹാപ്പിയാണോ? എനിക്കിതിൽ ഗ്രോത്ത് ഉണ്ടോ? ഇത് ഫ്യൂച്ചറിൽ മുന്നോട്ടേക്ക് എന്നെക്കൊണ്ട് ഈ ഒരു ജോലി എന്തെങ്കിലും നേടാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇങ്ങനെ പല കൺഫ്യൂഷൻസ് നമുക്ക് കരിയർ അറൗണ്ടായിട്ട് നമ്മളടുത്ത് ഉണ്ടാവാറുണ്ട്. സോ ഇതെങ്ങനെ നമ്മൾ ഇതിന് ആൻസർ ചെയ്യുന്നുള്ളത് പല ആൾക്കാർക്കും അറിയില്ല. അതായത് ഞാൻ നിൽക്കുന്ന ജോലി അല്ലെങ്കിൽ ചെയ്യുന്ന ജോലി എനിക്ക് ഹാപ്പിനെസ് തരുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇതെങ്ങനെ മെഷർ ചെയ്യാം? എനിക്കിത് ഓക്കെ ആണോ അല്ലാതെ നമ്മൾ എങ്ങനെ കറക്റ്റ് മനസ്സിലാക്കാം? സോ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ അല്ലെങ്കിൽ എങ്ങനെ ഇത് ഒരു ക്ലാരിറ്റി പല ആൾക്കാർക്ക് ഇല്ലായിരുന്നു. ബട്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോണത്, നിങ്ങളിപ്പോൾ നിൽക്കുന്ന ജോലി നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് തരുന്നത്, നിങ്ങൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത്, നിങ്ങൾക്ക് ഫുൾഫിൽമെന്റ് തരുന്നുണ്ടോ, ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു ക്ലിയർ കട്ട് ഇമേജ്, ഒരു കോമ്പസ് ആണ് ആക്ച്വലി. കരിയർ കോമ്പസ് നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. ഇതാണ് ഞങ്ങൾ തരാൻ പോകുന്നത്. സോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രണ്ട് രീതിയിലാണ് കരിയർ നിങ്ങൾക്ക് ഹാപ്പിനെസ് തരുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, നിങ്ങൾ അത്യാവശ്യം നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കരിയർ ഗ്രോത്ത് ഉണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു വാല്യൂ തോന്നുന്നുണ്ട്, നിങ്ങൾക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ പേഴ്സണൽ ഫുൾഫിൽമെന്റ് വിളിക്കാൻ പറ്റും. പല സമയങ്ങളിലും ഇത് രണ്ടും അലൈൻഡ് ആയിട്ട് വരാറില്ല. അത് കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ബേസിക്കലി ഒരു കോമ്പസ്, ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഈ ഒരു ഫ്ലോ ചാർട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ ഏത് സ്റ്റേജിലാണ് നിങ്ങൾ എന്നുള്ളത്. അത് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഈസി ആയിട്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ കിട്ടും. നിങ്ങളിപ്പോൾ എവിടെയാണ് എന്താണെന്നുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടും. സോ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് കരിയർ കോമ്പസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഒരു 4 ബോക്സ് കാണാൻ പറ്റുന്നുണ്ടാവും. ഈ 4 ബോക്സിൽ എവിടെയാണ് നിങ്ങൾ ഓരോ ആൾക്കാരുള്ളത്. സോ ഈ 4 ബോക്സ് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഇതിൽ ഏത് ബോക്സിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അവിടുന്ന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ എടുക്കേണ്ടത് എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഒരു വീഡിയോ കഴിയുന്ന സമയത്ത് നിങ്ങൾ നിൽക്കുന്ന ജോലി, ഇപ്പോൾ ചെയ്യുന്ന ജോലി നിങ്ങൾക്ക് നല്ലതാണോ അല്ലെങ്കിൽ ഇവിടുന്ന് ചാടണോ വേണ്ടേ എന്നുള്ളൊരു കറക്റ്റ് ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ നമുക്ക് ഓരോ ബോക്സ് എന്താക്കാം, അനലൈസ് ചെയ്യാം. ഇതിൽ ആദ്യത്തെ ബോക്സ് ആണ് കരിയർ ക്രൈസിസ്. കരിയർ ക്രൈസിസ് എന്ന് പറഞ്ഞ ബോക്സിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള ഹാപ്പിനെസ് കിട്ടുന്നില്ല, ഒരു രീതിയിലുള്ള വാല്യൂ കിട്ടുന്നില്ല എന്ന് കൂട്ടിക്കോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പേഴ്സണൽ ഫുൾഫിൽമെന്റ് ലോ ആണ്. സെയിം അതേപോലെ തന്നെ ഇനിയിപ്പോൾ അറ്റ്ലീസ്റ്റ് കരിയർ ഗ്രോത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കരിയർ ഗ്രോത്തിന് സമയത്ത് നിങ്ങൾക്ക് പൈസയും കിട്ടുന്നില്ല, നിങ്ങൾക്ക് അവിടുന്ന് ഒരു പുതിയ ലേണിങ്സും കിട്ടുന്നില്ല, കരിയർ ഗ്രോത്തും ലോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുള്ള സ്റ്റേജ് ആണ് എന്ത്, കരിയർ ക്രൈസിസ് എന്ന് പറയുന്നത്. സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുന്ന് എന്താക്കിക്കോളാം, പെട്ടെന്ന് തന്നെ ചാടിക്കോളാം. അതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. രണ്ടാമത്തെ ബോക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രഗ്ലിംഗ് ഐഡിയലിസ്റ്റ് എന്ന് പറയാം. ഇവരെ പ്രത്യേകത എന്താ വെച്ചാൽ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കണക്ട് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്, നിങ്ങൾ ഭയങ്കര പാഷനേറ്റ് ആയിട്ടാണ് ആ ഒരു ജോലി നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ബട്ട് ഇൻ ടേംസ് ഓഫ് കരിയർ ഗ്രോത്ത്, അതായത് പൈസ അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന ലേണിങ്സ് എന്ന് പറയുന്നത് വെരി ലോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സ്റ്റേജ് ആണെന്ത്, സ്ട്രഗ്ലിംഗ് ഐഡിയലിസ്റ്റ് ആണത്. സോ ഇവിടുന്ന് നിങ്ങൾ ഒരിക്കലും വേറൊരു ജോബിലേക്ക് സ്വിച്ച് ചെയ്യണം അല്ലെങ്കിൽ ചാടണം എന്ന് ഞാൻ പറയില്ല, കാരണം നിങ്ങൾക്ക് അവിടെ ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. ഇവിടെയാണ് നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഏർണിങ്സ് കിട്ടാനുള്ള ഒരു പുതിയ വേയും കൂടി എന്താക്കുക, കണ്ടെത്തുക. അല്ലെങ്കിൽ ഇത് റിലേറ്റ് ചെയ്തിട്ട് പുതിയ രീതിയിൽ എങ്ങനെ പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു വഴി കണ്ടെത്താൻ വേണ്ടി മാത്രം എന്താക്കിയാൽ മതി, ശ്രമിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്ത ബോക്സ് ആണ് ഗോൾഡൻ കേജ് എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ പേഴ്സണൽ ഫുൾഫിൽമെന്റ് വെരി ലോ ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് വലിയ സന്തോഷ കാര്യങ്ങളൊന്നുമില്ല, പാഷനേറ്റ് ഒന്നുമല്ല, ജോലിക്ക് വേണ്ടി ചെയ്യുന്നത് ആ ഒരു മൈൻഡ് സെറ്റ് ആണ്. ബട്ട് കരിയർ ഗ്രോത്ത് വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ സാലറി ഉണ്ട്, നല്ല രീതിയിൽ ലേണിങ്സ് ഉണ്ട്, ഗ്രോത്ത് ഉണ്ട്. സോ ഇങ്ങനത്തെ ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സ്റ്റേജ് ആണ് ഗോൾഡൻ കേജ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ അത്യാവശ്യം നിങ്ങളെ ഫാമിലി കാര്യങ്ങളൊക്കെ സ്റ്റേബിളായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വലിയൊരു കോർപ്പസ് അല്ലെങ്കിൽ വലിയൊരു റവന്യൂ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ അവിടെ നിന്ന് എന്താക്കാം, ഇറങ്ങാം, നിങ്ങളെ ഹാപ്പിനെസ് തരുന്ന കാര്യത്തിലേക്ക് എന്താക്കാം, നിങ്ങൾക്ക് പോവാം. അതായത് ഹാപ്പിനെസ് തരുന്നതിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളെ ചുറ്റുമുള്ള നിങ്ങളെ ലൈഫ് എന്താവരുത്, ഡിസ്ട്രോയ് ആവരുത്. അത് നിങ്ങൾ എപ്പോഴും എന്താക്കാം, ആലോചിക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റേജ് ആണ് എന്ത്, കരിയർ ജാക്ക്പോട്ട് എന്നുള്ളത്. വെരി വെരി റെയർ ആയിട്ട് കിട്ടുന്ന ഒരു കരിയറാണ് കരിയർ ജാക്ക്പോട്ട് എന്ന് പറഞ്ഞ ബോക്സ്. കാരണം ഇവിടെ നിങ്ങളെ പേഴ്സണൽ ഫുൾഫിൽമെന്റും ഹൈ ആയിരിക്കും, ഇവിടെ നിങ്ങളെ കരിയർ ഗ്രോത്തും എന്തായിരിക്കും, ഹൈ ആയിരിക്കും, നിങ്ങൾ ഹാപ്പി ആയിരിക്കും, നിങ്ങൾക്ക് നല്ല പൈസയും കിട്ടുന്നുണ്ടാവും. സോ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും ആ ഒരു ജോബ് എന്താക്കരുത്, അവിടുന്ന് ചാടാൻ നിൽക്കരുത്. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഈ ഒരു 4 ബോക്സിൽ നിങ്ങൾ ഏതിലാണ് കിടക്കുന്നത് എന്നുള്ളത്. അത് കറക്റ്റ് മനസ്സിലാക്കാം. ഈ ഒരു ബോക്സ് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. നിങ്ങൾ ഓരോ ആൾക്കാരും സ്വന്തമായിട്ടൊന്ന് ഇരുത്തി ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, എന്നതിന് ശേഷം റൈറ്റ് ഡിസിഷൻസ് എടുക്കുക.
ഓക്കെ, ഡിലേ ആക്കണ്ട, എത്രയും പെട്ടെന്ന് തന്നെ എന്താക്കുക, റൈറ്റ് ഡിസിഷൻ എടുക്കുക. സോ നിങ്ങൾ ഓരോ ആൾക്കാരും ഇതിൽ ഏത് ബോക്സിലാണ് ഉള്ളതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. ജസ്റ്റ് ഒന്ന് ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ആൻഡ് നിങ്ങൾ എന്ത് സ്റ്റെപ്പാണ് നെക്സ്റ്റ് എടുക്കാൻ പോകുന്നുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് പറയാം. ഓക്കെ, സോ ഇതുപോലെ വീഡിയോസ് കിട്ടാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.